മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളായ നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സിനിമയുടെ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 8 കോടി രൂപ വാങ്ങിയെന്ന സ്വകാര്യ വ്യക്തിയുടെ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തിരുന്നത്. സിനിമയുടെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാട് ഇഡിയും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ലെന്നാണ് സൗബിൻ ഷാഹിർ ഇഡിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. വയനാട് മുട്ടിലിൽ മത്സ്യവിൽപ്പനക്കാരനായ യുവാവിനെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ 7 പേർ കസ്റ്റഡിയിൽ. മുട്ടിൽ സ്വദേശികളായ ഹൈദർ അലി, ലിയാഖത്ത്, സാദിഖ് അലി, ഹുസൈൻ, മുജീബ്, തൗഫീഖ് എന്നിവരാണ് പിടിയിലായത്. താനൂർ സ്വദേശി സുഹൈലിനാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ ക്രൂരമർദ്ദനമേറ്റത്. പെട്ടി ഓട്ടോറിക്ഷയിൽ മത്സ്യവിൽപ്പന നടത്തിയിരുന്ന ഇയാളെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കൽപ്പറ്റ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇടതുമുന്നണി സ്ഥാനത്തിരിക്കാൻ ഇ പി ജയരാജൻ അർഹനല്ലെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. നവകേരള സദസ്സ് ദയനീയ പരാജയമെന്നും സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ലെന്നും CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. LDF ജാഥ നടത്തിയിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമായിരുന്നു. തൃശൂർ മേയറെ മാറ്റാൻ കത്ത് നൽകണമെന്നും CPI സംസ്ഥാന കൗൺസിൽ ആവശ്യം. ഉത്തരാഖണ്ഡിലെ ചമോലി ബദരീനാഥ് ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനഗതാഗതം തടസ്സപ്പെട്ടു. പാറകളും കുന്നിന്റെ ഭാഗവും ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ റോഡിലൂടെയുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടു. പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ്. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഇതിന് പിന്നാലെയാണ് രൂക്ഷമായ മണ്ണിടിച്ചിലും. നിരവധി യാത്രക്കാരാണ് ചമോലിയുടെ വിവിധ ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഹൈദരാബാദിൽ നിന്നുള്ള 2 വിനോദസഞ്ചാരികൾ ശനിയാഴ്ച ചമോലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചിരുന്നു. സ്വവർഗ വിവാഹ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്വവർഗാനുരാഗികളുടെ നിയമപരമായ അംഗീകാരം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ഹിമ കോഹ്ലി, BV നാഗരത്ന, നരസിംഹ എന്നിവരടങ്ങിയ ബെഞ്ച്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. പാലക്കാട് ഓങ്ങല്ലൂർ സെന്ററിലുള്ള തളി മഹാഗണപതി ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളും പൂട്ടും തകർത്തായിരുന്നു കവർച്ച. ക്ഷേത്രത്തിന്റെ പറമ്പിൽ നിന്ന് പൂട്ട് പൊളിക്കാനുള്ള ആയുധങ്ങൾ കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടർ ഓഫീസിലും മോഷണശ്രമം. 4 ഭണ്ഡാരങ്ങളിൽ നിന്നും ഏകദേശം 5000-ഓളം രൂപ നഷ്ടപ്പെട്ടെന്നും വിവരം. ഗാസ സമാധാന ചർച്ച ഇന്ന് ദോഹയിൽ നടക്കും. യോഗത്തിൽ ഈജിപ്ത്, US, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുടെ ചാരസംഘടനാ മേധാവിമാരും പങ്കെടുക്കും. ഗാസയിൽ ഇസ്രയേൽ പോരാട്ടം തുടരുന്നതിനിടെയാണ് ചർച്ച. ഇസ്രയേലിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഹമാസ് ചർച്ച ബഹിഷ്കരിച്ചേക്കും. വ്യാഴാഴ്ച കെയ്റോയിലും ചർച്ച നടക്കും. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഖാൻ യൂനിസിൽ അഭയാർത്ഥികൾക്കായി ഒരുക്കിയ കൂടാരങ്ങളിലേക്കാണ് ആക്രമണമുണ്ടായത്. ഗാസയിലെ കരയുദ്ധവും ഇസ്രയേൽ ശക്തമാക്കി. ടാങ്കുകൾ ഉപയോഗിച്ചുള്ള മുന്നേറ്റം തുടരുന്നതിനിടെയാണ് വ്യോമാക്രമണം. ഗാസയിൽ നിന്നുള്ള ആളുകളുടെ പലായനം തുടരുകയാണ്.